ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ തമിഴിലൊക്കെ കണ്ടതുപോലെ ഇന്നത്തെ ഒരു ചെറിയൊരു സെഷന് നമ്മൾ നോക്കുന്നത് എങ്ങനെ പുതിയ വേർഡ്സ് പഠിക്കാം. ഓക്കെ, എങ്ങനെ പുതിയ വേർഡ്സ് പഠിക്കാം. അപ്പൊ എങ്ങനെ പുതിയ വേർഡ്സ് പഠിക്കാം എന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. പക്ഷെ നമുക്ക് വെറുതെ അങ്ങ് പഠിച്ചാൽ പോരാ. നമ്മുടെ ലൈഫിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാത്ത രീതിയിലേക്ക് നമുക്കത് എടുക്കണം. ഓക്കെ, അതായത് ഇന്ന് പഠിച്ചു നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കൊക്കെ ആയിട്ട് ഇത് മറന്നു പോകുന്ന രീതിയിലല്ല. നമുക്ക് ത്രൂ ഔട്ട് ലൈഫ് നമുക്കത് ആവശ്യമാണ്. അപ്പോ അങ്ങനെ പെട്ടെന്നൊന്നും മറന്നു പോകാതെ നമ്മുടെ ഒരു നോർമൽ വേർഡ് ആയിട്ട് തന്നെ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. അതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്. അപ്പൊ ഞാൻ ഇന്ന് അധികം വേർഡ്സ് ഒന്നും എടുത്തിട്ടില്ല, രണ്ട് വേർഡ്സ് എടുത്തിട്ടുള്ളൂ. ആൻഡ് ഈ വേർഡ്സിനോട് മുഴുവൻ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കിത് ഓർത്ത് വെക്കാം, അപ്പൊ എങ്ങനെ പുതിയ പുതിയ വേർഡ്സ് പഠിക്കാം. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമുക്ക് എല്ലാവർക്കും എല്ലാ വേർഡ്സും അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അതായത് ഇപ്പം നമ്മൾ എത്ര ഇംഗ്ലീഷ് പഠിച്ചാലും നമുക്കിപ്പോൾ അറിയില്ലാത്ത ഒരുപാട് വേർഡ്സ് കാണും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരുപാട് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ് ആണെങ്കിൽ പോലും പുതിയ വേർഡ്സ് നമുക്ക് അറിയില്ലാത്ത ഒരുപാട് വേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിന്റെ കാര്യത്തിലും. നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് എടുത്ത് പഠിക്കുക. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അയ്യോ എത്ര ഞാൻ പഠിച്ചിട്ടും ആ ഒരു പുതിയ വേർഡ് കേൾക്കുമ്പോൾ അയ്യോ അതെനിക്ക് അറിയില്ലല്ലോ, പക്ഷെ അപ്പൊ ഞാൻ പഠിക്കുന്നത് ശരിയല്ലേ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാക്സിമം എത്ര വേർഡ്സ് പഠിക്കാൻ പറ്റുന്നു അത്രയും നമ്മൾ നമ്മുടെ നോളജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ പുതിയ വേർഡ്സ് എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഒരു വേർഡ് ഇതാണ്. ഒരു വേർഡിലൂടെ തന്നെ നമുക്ക് പറയാം. ഓക്കെ, സോ ഈ വേർഡ് നാസ്റ്റി. നാസ്റ്റി എന്ന വേർഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് വേർഡ്സ് ഞാൻ എടുത്തിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തെ വേർഡ് നാസ്റ്റി. അപ്പൊ ഈ നാസ്റ്റി എന്ന വേർഡ് പലർക്കും അറിയാവുന്ന വേർഡൊക്കെയാണെങ്കിൽ ഒരുപാട് ഫോറിൻ വേർഡ്സ് ഒന്നും അല്ല എടുത്തിരിക്കുന്നത്, അറിയാവുന്ന വേർഡ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ നാസ്റ്റി എന്ന ഈ ഒരു വേർഡ്. ഓക്കെ, സോ ഈ വേർഡിന്റെ മീനിങ് നമുക്ക് നോക്കാം. നാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നാസ്റ്റി മാത്രമല്ല, ഒരു വേർഡും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ മീനിങ് നമുക്ക് നോക്കണം, സിനോണിംസ് നമുക്ക് നോക്കണം, ഇതിന്റെ ഓപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ്സ് നമുക്ക് നോക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ റെഡി ആണല്ലോ? നിങ്ങൾ റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും നോക്കാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വളരെ ചെറിയൊരു സെഷൻ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ നോക്കുന്നത്. ആൻഡ് ഇതിന്റെ കണ്ടിന്യൂഷൻ പോലെ നമുക്ക് പുതിയ പുതിയ വേർഡ്സ് എടുത്ത് പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് വർക്കുകൾ തരാം, അത് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഒരു സീരീസ് പോലെ കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് മറക്കാതെ കാണുക. അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെയും പറയാണ്, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഇത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, യെസ്. സോ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് വേർഡ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്നത് നാസ്റ്റി. നാസ്റ്റി അത്യാവശ്യം കേട്ടിട്ടുള്ള വേർഡ് തന്നെയായിരിക്കും അല്ലെ? നാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അൺപ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ നാസ്റ്റി എന്ന് പറയുന്നത്. അതായത് സംതിങ് ദാറ്റ് ഇസ് അൺപ്ലസന്റ്. എന്തെങ്കിലും ഒരു കാര്യം that is very unpleasant. Unpleasant മാത്രമല്ല കേട്ടോ, കുറച്ചുകൂടി ഒഫെൻസീവ് ആണെങ്കിൽ അല്ലെങ്കിൽ അൺപ്ലസന്റ് ആണെങ്കിൽ ഒക്കെ നമുക്ക് നാസ്റ്റി എന്ന് പറയാൻ പറ്റും. ഇപ്പോ ഞാൻ പറയാണ് കുറച്ചുകൂടി ഡേർട്ടി ആയിട്ട് നിൽക്കുന്നത്, ഇതൊക്കെ സിനോണിംസ് ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഡേർട്ടി അല്ലെങ്കിൽ ഡിസ്ഗസ്റ്റിംഗ് ഇതൊക്കെ നാസ്റ്റിയുടെ സിനോണിംസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഹാർംഫുൾ, സിവിയർ, ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഹോറിബിൾ, ഇതൊക്കെ നമുക്ക് നാസ്റ്റിക്ക് എടുക്കാം. നാസ്റ്റി എന്ന് പറയുന്നതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് ഇതെല്ലാം എടുക്കാൻ പറ്റും. ആൻഡ് നാസ്റ്റി മീൻസ് ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് മെയിൻ ആയിട്ട് നാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മളവിടെ മീൻ ചെയ്യുന്നത്. ഇനി നാസ്റ്റിക്ക് വേറെ എന്തെങ്കിലും മീനിങ് ഉണ്ടോ? യെസ്, നാസ്റ്റിക്ക് ചില വേർഡ്സ് നമുക്ക് രണ്ട് മീനിങ് എന്നൊക്കെ പറയാം, പക്ഷെ നാസ്റ്റിക്ക് അൺപ്ലസന്റ് എന്ന മീനിങ് തന്നെയാണ് എടുക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വേർഡ്സ് ഒക്കെയാണ് ഈ നാസ്റ്റിക്ക് വരുന്നത്. നമ്മൾ പറയും ഇപ്പൊ ഭയങ്കര എന്തെങ്കിലും ഒരു നാറ്റം, നമ്മൾ പറയും ഭയങ്കര നാറ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി നാസ്റ്റി, അല്ലെങ്കിൽ എ നാസ്റ്റി സ്മെൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ട്, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു മുറിവ് പറ്റി,
എ നാസ്റ്റി ഇഞ്ചുറി എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നു, എ നാസ്റ്റി സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റും. ആൻഡ് ഇതിന്റെ കുറച്ചധികം സിനോണിംസ് നമ്മളിപ്പോ കണ്ടു. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പൊ എന്തൊക്കെ വരും? യെസ്, അതായത് ആന്റോണിംസ് എന്തൊക്കെ വരും? സിനോണിംസ്. ഓക്കെ, അപ്പൊ ആന്റോണിംസ് എന്തൊക്കെ വരും? പ്ലസന്റ്. ഓക്കെ, പ്ലസന്റ്, കൈൻഡ്, kind, gentle, gentle, nice, clean, mild, mild. ഇതൊക്കെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ആൻഡ് ഇതിനെ ബേസ് ചെയ്ത് ഞാൻ ഒരു സെന്റൻസും കൂടെ തരാം. നമുക്കൊരു സെന്റൻസും കൂടെ നമുക്ക് നോക്കാം. യെസ്, നമുക്കൊരു സെന്റൻസും കൂടെ നോക്കാം. The fridge had a nasty smell. The fridge had a nasty smell. One more word. One more word. One more sentence. She gave him a nasty look after his rude remark. Okay, so ഇവിടെ നമ്മള് നാസ്റ്റിയുടെ മീനിങ് കണ്ടു, ഓപ്പോസിറ്റ് കണ്ടു, ആൻഡ് രണ്ട് സെന്റൻസ് നമ്മൾ ഇത് വെച്ച് നോക്കി. ഓക്കെ, യെസ്, സോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ആ സെന്റൻസ് നമ്മൾ നോക്കാം. ദ ഫ്രിഡ്ജ് ഹാഡ് എ നാസ്റ്റി സ്മെൽ. അപ്പൊ എന്താ പറയാ, ഫ്രിഡ്ജിൽ ഒരു അൺപ്ലസന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നാറ്റം ഉണ്ടെന്ന് പറയും, ഒരു ഡേർട്ടി സ്മെൽ ഉണ്ടെന്ന് പറയും. ഷീ ഗേവ് ഹിം എ നാസ്റ്റി ലുക്ക് ആഫ്റ്റർ ഹിസ് റൂഡ് റിമാർക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നോട്ടം നോക്കി, ഒരു അൺപ്ലസന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒഫൻസീവ് ആയിട്ടുള്ളത് നോക്കി അവനെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഒട്ടും കൈൻഡ് അല്ലാണ്ട് അല്ലെങ്കിൽ പ്ലസന്റ് അല്ലാതെ ഒരു അവനെ അങ്ങനെ ഒന്ന് നോക്കിയെന്ന് പറയാൻ പറ്റും. അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു വേർഡ് പഠിച്ചാൽ, അതായത് ഞാൻ പറഞ്ഞു നമ്മളൊരു വേർഡ് എടുക്കുന്നു, അതിന് നമ്മളിപ്പോ കണ്ടു സിനോണിംസ് കണ്ടു, അതുമാത്രമല്ല അതിന്റെ ഓപ്പോസിറ്റ് കണ്ടു, ഒരു സെന്റൻസും മേക്ക് ചെയ്തു. ഇങ്ങനെയാണ് യൂഷ്വലി നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിനെ വെച്ചിട്ട് ഒരു സെന്റൻസും പഠിക്കും. ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വേർഡ്സ് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ എങ്ങനെ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും അതുകൂടെ നമുക്ക് നോക്കാം അല്ലേ. അതായത് നമ്മൾ ഒരു പുതിയ വേർഡ് എടുക്കുന്നു. ഇപ്പൊ നമ്മൾ നോക്കിയതുപോലെ തന്നെ ഒരു പുതിയൊരു വേർഡ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വേർഡ് എടുത്തിട്ട് അതിന്റെ മീനിങ് എന്താണെന്ന് പഠിക്കും. ആൻഡ് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ കറക്റ്റ് ആയിട്ട്, കാരണം നമുക്ക് അത് എക്സാമിന് ഇപ്പൊ നമ്മൾ ആരും എങ്ങനെയാണ് പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറയും, പക്ഷേ നമുക്ക് ആ ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് പഠിച്ചിരിക്കണം. ആൻഡ് ഒരു വേർഡ് എടുക്കുന്നു, പ്രൊനൗൺസിയേഷൻ പഠിക്കുന്നു, അതിന്റെ മീനിങ് പഠിക്കുന്നു. മീനിങ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ മൈൻഡിൽ വരും സിമിലർ ആയിട്ട് ഉള്ള വേർഡ്സ്, സിനോണിംസ്. കാരണം അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷൻ ഏതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു വേർഡ് എടുത്തു, അതിന്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ പഠിച്ചു, സിനോണിംസ് പഠിച്ചു, ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കുക. ജസ്റ്റ് ഒന്ന് രണ്ട് വേർഡ്സ് എങ്കിലും ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടത് അതിന്റെ ഒരു സെന്റൻസ് ഞാനിപ്പോ തന്നു. നമ്മൾ വെറുതെ ഇപ്പം ഗൂഗിളിലൊക്കെ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിപ്പോ വേർഡ് അറിയാം, മീനിങ് അറിയാം, അതിന്റെ ഓപ്പോസിറ്റും അറിയാം. അപ്പൊ നമുക്ക് തന്നെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി എങ്ങനെ നോക്കാം? നമ്മൾ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ അന്നത്തെ ഒരു ദിവസം, ഇപ്പൊ ഇന്ന് ഞാൻ ഒരു സെന്റൻസ് പഠിക്കുകയാണെങ്കിൽ, ഒരു വേർഡ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അന്നത്തെ നമ്മുടെ ഒരു ഡെയിലി കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ ആരുടെയും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം നമ്മൾ ആ വേർഡ് എവിടെയെങ്കിലും നിന്ന് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഒരു കോൺവെർസേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ആർക്കെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴായിരിക്കാം, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ടുവരിക, അതിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു
സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലോ വാട്സാപ്പിലോ ഒക്കെ ഒരു സ്റ്റേറ്റസ് ഇടുമ്പോൾ അതിന് ക്യാപ്ഷൻ കൊടുക്കുന്നതാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ അന്നത്തെ ദിവസം നമ്മൾ പഠിച്ചിരിക്കുന്ന വേർഡ് ഒന്ന് യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ എന്തിനു വേണ്ടി ആ സിറ്റുവേഷൻ ഉണ്ടാക്കി. ചിലപ്പോൾ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, വീട്ടിൽ എന്തെങ്കിലും കാര്യം പറയാനായിട്ടൊക്കെ ആയിരിക്കും. ഇപ്പൊ നാസ്റ്റി എന്ന് പറയുന്നത് നമുക്ക് പറയാം, അമ്മ ഫ്രിഡ്ജിലൊരു നാസ്റ്റി സ്മെല്ല് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കേട്ട് നിൽക്കുന്ന ആൾക്കോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ഇതിന്റെ മീനിങ്. സോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആ വേർഡ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് തന്നെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ പിന്നീട് അത് മറന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു വേർഡ് കണ്ടില്ലേ, ഇനി അതുപോലെ നമുക്ക് വേറൊരു വേർഡ് കൂടെ നോക്കാം. ഓക്കെ, യെസ്, അടുത്തത് എലിസിഡേറ്റ്. നമുക്ക് ഈ എക്സാമിനൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പലരുടെയും എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു വേർഡാണ് ഈ എലിസിഡേറ്റ് എന്ന് പറയുന്നത്. യെസ്, എലിസിഡേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കുക, ക്ലിയർ ആക്കുക, മേക്ക് സംതിങ് ക്ലിയർ. ഓക്കെ, മേക്ക് സംതിങ് ക്ലിയർ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മനസ്സിലാക്കാൻ പാടുള്ള ഒരു ഐഡിയ, സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം, അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക എന്നാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഡു ക്ലാരിഫൈ ഇറ്റ് എന്ന് നമ്മൾ പറയും. ക്ലാരിഫൈ ചെയ്യുക എന്നാണ് അവിടെ മെയിൻ ചെയ്യുക. ജസ്റ്റ് ക്ലാരിഫൈ ഇറ്റ്. ഓക്കെ, സോ എക്സ്പ്ലെയിൻ, ക്ലാരിഫൈ അല്ലെങ്കിൽ എക്സ്പൗണ്ട്, സിംപ്ലിഫൈ. ഇതൊക്കെ പിന്നെ എലുസിഡേറ്റിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആംബിലിറ്റ്സ്. കൺഫ്യൂസ്, ക്ലിയർ ആക്കാതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെയും ഒന്ന് പെർപ്ലെക്സ്ഡ് ആക്കുക. പെർപ്ലെക്സ്ഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ് ചെയ്യിക്കുക എന്ന് തന്നെയാണ് കേട്ടോ മീനിങ് വരുന്നത്. ആൻഡ് ഇത് വെച്ച് ഞാനൊരു സെന്റൻസ് കൂടെ തരാം. ഓക്കെ, could you illustrate your argument further? Yes, അപ്പോ ഓക്കെ, ഈ ഒരു സെന്റൻസ് മതി. Could you elucidate your argument further? ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആക്കാമോ എന്നാണ് ഇവിടെ